അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കാഴ്ച ഒന്ന് കാണണം. ഈ ഒരു രംഗം കണ്ടപ്പോൾ നോക്കവർ അധ്വാനിക്കുന്ന ത്യാഗങ്ങൾ വളരെ മനസ്സിനെ വേദനിപ്പിച്ച, കണ്ടപ്പോൾ മനസ്സിനൊരു വേദന തോന്നിയ ഒരു കാഴ്ചയാണ്. എത്ര അധ്വാനം എന്നറിയോ? എന്തിനാ ഇത്രയ്ക്കും അധ്വാനിക്കണം? രാത്രി എന്നില്ല, പകലെന്നില്ല. ഈ ഒരു അധ്വാനം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഇവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ, ജീവിക്കാൻ ഇത്രയും അധ്വാനിക്കണം, ഇതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ മനസ്സിലായി, ഇവരുടെ അധ്വാനം ഇവരുടെ വീട്ടിലെ സമാധാനത്തിന് വേണ്ടിയുള്ള ആ അവരുടെ വീട്ടിൻ്റെ പിഞ്ചു മക്കളുടെ, ഭാര്യമാരുടെ ആ സന്തോഷം കാണാനാണ് ഇവരുടെ ഇത്രയും വലിയ അധ്വാനം. അല്ലെങ്കിൽ ഇവർക്ക് ഇത്ര അധ്വാനിച്ചിട്ട് എന്ത് നേടാനാ? ഇവർക്കൊരു ആഗ്രഹവുമില്ല ഇവരുടെ പിന്നിൽ. ഈ പിതാക്കന്മാരൊക്കെ ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. അവരുടെ വേർപ്പിൽ തന്നെയാണ് കുടുംബത്തിൻ്റെ സന്തോഷം. ആ വേർപ്പിന് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ഇബാദത്തിൻ്റെ പുണ്യമുണ്ട് എന്നാണ് മുത്തായ റസൂലൊക്കെ പഠിപ്പിച്ചത്. വീട്ടിലുള്ള ഭാര്യമാർ, മക്കള്, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ വാപ്പ വൈകിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വല്ലാത്ത വേർപ്പിൻ്റെ ദുർഗന്ധമൊക്കെ നമുക്ക് കാണാം. എന്നാൽ അതിൻ്റെ പിന്നിൽ വല്ലാത്ത അവരെ ക്ഷീണിതരായി നമുക്ക് കാണുമ്പോൾ ആ പ്രിയപ്പെട്ട ആ വേർപ്പിൻ്റെ ഗന്ധമാണ് ആ വീടിൻ്റെ എല്ലാം സന്തോഷം. ആ പൊന്നു വാപ്പയോടൊന്ന് ചോദിക്കണം, വാപ്പ ഉച്ചക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? അത് മതി. ആ സന്തോഷം, ആ ഒരു വാക്ക് തന്നെ അവരെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന. ജോലി എങ്ങനെ പ്രയാസമുണ്ടായിരുന്നു? ഒറ്റ ചോദ്യം. ആ പ്രയാസങ്ങളെല്ലാം ആ നിമിഷം അവർ മറന്നുപോകും. ഈ ദൃശ്യം ഞാനിങ്ങനെ കാണുമ്പോൾ ആ കുഴികുത്തുന്ന ആൾ, അയാൾ ഇങ്ങനെ വല്ലാത്ത ശ്വാസമെടുക്കുന്നുണ്ട്. അദ്ദേഹം ആ ജോലി ചെയ്യുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഞാൻ കാണുന്നു. ഇത്ര പെട്ടെന്നാണ് ഈ ജോലി ചെയ്ത് പൂർത്തീകരിക്കുന്നത്. രാത്രി എന്നില്ല, ആ രാത്രി പോലും. ഇതിൻ്റെ പിന്നിൽ അവരുടെ ഉദ്ദേശം ഒന്നി, നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കള്, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, അവളുടെ സന്തോഷമാണ്. അതല്ലാതെ ഇവർക്ക് ജീവിക്കാൻ വേണ്ടി ഇത്രയും അധ്വാനിക്കണമെന്നില്ല. വല്ലാത്ത സങ്കടമുണ്ട്. ഇവരുടെ വേർപ്പിന് വല്ലാത്ത ഗന്ധമുണ്ട്. ഇതൊക്കെ കാണണം. ഈ ജോലി എന്നല്ല, എല്ലാ ജോലികളും നാം ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ നമുക്കതിൻ്റെതായ പ്രതിഫലവും തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ കിട്ടും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്കുണ്ട്, വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. മനുഷ്യൻ അവൻ അധ്വാനിച്ചത്, പരിശ്രമിക്കുന്നത് തീർച്ചയായും ലഭിക്കുമെന്നാണ്. പരിശ്രമിക്കുന്നതല്ലാതെ മറ്റൊന്നും ലഭിക്കൂല. ഈ വാപ്പയുടെ ആ വേർപ്പും ആ വല്ലാത്ത ക്ഷീണിച്ച് വരുന്ന വാപ്പയെ തീർച്ചയായും ഇത്രയും ക്ഷീണിച്ച് കഷ്ടപ്പെട്ട് കച്ചവടം ചെയ്യുന്നവർ പല വിധത്തിൽ, ചിലപ്പോൾ വൈകുന്നേരം വരെ ആ കടയിൽ ഇരുന്ന് ഒരു കച്ചവടവുമില്ലാതെ വല്ലാത്ത വേദനയോട് കൂടിയാണ് ആ വീട്ടിലേക്ക് വരുന്നത്. ആ ഉപ്പ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഭാര്യയും മക്കള് ഇങ്ങനെ മൊബൈലിലൂടെ അവർ പലതും കണ്ടിങ്ങനെ ആസ്വദിച്ച് കണ്ടാൽ ആ ഉപ്പാക്ക് എത്ര സങ്കടമാണെന്നറിയോ? കാരണം അവിടെയും പരിഗണനയില്ല, വീട്ടിൽ വന്നാലെങ്കിൽ ഒരു ചെറിയ പരിഗണന ഉണ്ടാവുന്ന. ഓരോ ജോലിക്കാർക്കും അവരുടേതായ അധ്വാനങ്ങൾ, കഷ്ടപ്പാടുകളുണ്ട്. അവർ ഈ കഷ്ടപ്പാടൊക്കെ മറക്കണമെങ്കിൽ ആ വീട്ടിലേക്ക് എത്തുമ്പോൾ ആ വീട്ടിലുള്ള പ്രിയപ്പെട്ട മക്കൾ, ഭാര്യ, അവരെ സ്വീകരിക്കുന്ന ആ ഒരു രംഗമുണ്ടല്ലോ, അത് സന്തോഷമായാൽ എല്ലാം സന്തോഷമായി. ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ, കാർഷികം ജോലി ചെയ്യുന്നവർ, ഡ്രൈവറായി, ഡെലിവറായി, ഇങ്ങനെ പല രീതിയിൽ ജോലി ചെയ്യുന്നവരൊക്കെ
അവരൊക്കെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വീട്ടിൽ വരുമ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ കുടുംബത്തിനായി അധ്വാനം ചെയ്യുമ്പോൾ അതിലെ ഓരോ ക്ഷണവും സ്വതക്കയാണ് എന്ന് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നാമൊക്കെ മക്കൾ, വീട്ടിലുള്ള ഭാര്യമാർ, ഇവരുടെ അധ്വാനം കൊണ്ട് ജീവിക്കുന്ന എല്ലാവരും അവർക്ക് നന്ദിയുള്ളവരാകണം എന്നും എപ്പോഴും അവർ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട്, ഞാൻ ഈ ജോലി ചെയ്യുന്നത് അവസാനം വരെ കണ്ട് പെട്ടെന്ന് കാരണം ഇവരുടെ അധ്വാനത്തിനേക്കാൾ കൂടുതൽ, ഇവർക്ക് സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാട് കൂടിയാണ് ഈ ജോലിയൊക്കെ ഇവർ ചെയ്ത് പൂർത്തീകരിക്കുന്നത്. അതും പെട്ടെന്നാണ് ഇതൊക്കെ ചെയ്ത് ആ രംഗമൊന്നും അവിടെ കാണണം. ഇതിൻ്റെ പിന്നിൽ എന്താണ് അവരാഗ്രഹിക്കുന്നത്? തൻ്റെ കുടുംബം, തൻ്റെ മക്കൾ, തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരുടെ കണ്ണീർ ഒന്നൊപ്പാൻ, അവരുടെ സന്തോഷം, അവരുടെ എല്ലാത്തിനു വേണ്ടിയാണ്. ആ പ്രിയപ്പെട്ട വാപ്പ വീട്ടിൽ കയറി വരുമ്പോൾ അവരെ അവഗണിച്ചാറുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട മക്കളും അതുപോലെ ഭാര്യമാരൊക്കെ തീർച്ചയായും അള്ളാഹുവിനടുക്കൽ വലിയ കുറ്റക്കാരായിരിക്കും. ഇന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ. തീർച്ചയായും ഇവർക്കൊക്കെ അള്ളാഹുവിനടുക്കൽ വലിയ പുണ്യമാണ്. ജോലി ചെയ്യുന്നവർ, കഷ്ടപ്പെടുന്നവർ, ഇബാദത്തോളം പുണ്യമുണ്ട് എന്നാണ്. അധ്വാനിക്കുന്നവരുടെ വേർപിൻ ഈ ലോകത്തിൻ്റെ വലിയ കാരണം. ഈ ജോലി എന്ന്, ഓരോ ജോലിയുടെ പിന്നിൽ ഉള്ള അധ്വാനങ്ങളൊക്കെ വലിയ പ്രയാസമുള്ളത് തന്നെയാണ്. നാം എപ്പോഴും നന്ദിയുള്ളവരാകണം. നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ട ഭാര്യമാർ, മക്കൾ ഒക്കെ അവർക്ക് വേണ്ടി, ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ, ഈ ജോലി എന്നല്ല, എല്ലാ ജോലിയാണെങ്കിലും മാത്രം ഈ ജോലി കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് സങ്കടം തോന്നി. അപ്പോൾ നമ്മുടെ വാപ്പമാരുടെയും നമ്മുടെ ജ്യേഷ്ഠൻ അനുജന്മാരുടെയും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെയും കഷ്ടപ്പാടൊക്കെ നാം ഓർക്കുകയും അവരുടെ ആഫിയത്തിനും ആരോഗ്യത്തിനു വേണ്ടി നമ്മുടെ പ്രാർത്ഥന എന്നും ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഓരോരുത്തൻ്റെയും ആ ഒരു സങ്കടമെന്ന് പറയുന്നത് ഈ ജോലി ചെയ്യുമ്പോൾ പല നിലക്കും അത് ശരിയായില്ല, മറ്റേത് ശരിയായില്ല, പല രീതിയിൽ. ഇപ്പോൾ ഈ ജോലി കഴിഞ്ഞ് പോയതിൻ്റെ ശേഷം വീണ്ടും ആ ജോലി ശരിയായില്ല എന്ന് പറയുമ്പോൾ വീണ്ടും അവർ ഓടിയെത്തി. എന്തിനാണ് ഈ ഓടിയെത്തുന്നത്? കാരണം നമ്മളെക്കൊണ്ട് അവർക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ആ ഒരു നല്ല മനസ്സ് അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട വാപ്പമാർ, അതുപോലെ ഭർത്താക്കന്മാരൊക്കെ എല്ലാവർക്കും അള്ളാഹു ആഫിയത്ത്, ആരോഗ്യം, എല്ലാവരുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു സന്തോഷം, റാഹത്തും അള്ളാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.